അത്തം നഗറിൽ നമ്മുടെ പുലിക്കുട്ടികൾ തകർക്കുകയാണ്. അതാണ് ഞങ്ങൾ ഇടയ്ക്ക് കയറാത്തത്. ആ ഒരു ഒഴുക്ക് തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇടവേള കഴിഞ്ഞ് പ്രേക്ഷകരെ കൊണ്ട് അവിടെ ഏൽപ്പിക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. പ്രേക്ഷകർക്ക് അവിടെ നിന്നുള്ള കാഴ്ചകളാണല്ലോ കാണേണ്ടത്. അതെ, അത് വളരെ കൃത്യമായി പലരും പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് പലരും ഈ പറയുന്നുണ്ടായിരുന്നു, അതായത് ദൈവത്തെ ഓർത്ത് ഇന്ന് ഹേമ കമ്മിറ്റിയും പോലീസും രാഷ്ട്രീയമൊക്കെ വളരെ കുറച്ച് മതി, കഴിയുന്നിടത്തോളം അവിടെ നിൽക്കണം. അതിനിടയിലാണ് സെഞ്ചുറി വന്നിട്ട് ചോദിക്കുന്നത് വേറെ വാർത്തയില്ല. വേറെ കണ്ടതോടുകൂടി ആ ഫ്ലോ എങ്ങ് പോയി എന്നുള്ള കാരണം ഇന്നത്തെ ദിവസം വേറെ എന്താണ് നമ്മൾ അത് നിർബന്ധം ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അത് നോക്കാം, ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോകാം, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പോകാം. എല്ലാ റിപ്പോർട്ടുകളും അവിടെ വളരെ വിശദമായി ഉണ്ട്. സെഞ്ചുറിക്ക് അവിടെ പോയി ഈ വാർത്തകൾ നോക്കാം. തൽക്കാലം നമ്മൾ ഈ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോയി അത്തച്ചമയ ഘോഷയാത്രയോടുകൂടി ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് എല്ലാവരും കേരളക്കര ഒന്നാകെ. അതെ, അടുത്ത ഊഴം ആരുടേതാണ്? PCR ആരാണ് തയ്യാർ? മിഥുനും ഉണ്ട്, നിഖിലും ഉണ്ട്. നമുക്ക് നിഖിലിലേക്ക് പോകാം, മിഥുനിലേക്ക് പോകാം. മിഥുൻ കൈകാര്യം ചെയ്യട്ടെ. മിഥുൻ അയ്യപ്പൻ, മിഥുനിലേക്ക് അത്തച്ചമയം ഓളം. മിഥുൻ നേരത്തെ പൊട്ടിത്തെറി എന്ന് പറയാം, എക്സ്പ്ലോഷനാണ്, സ്ഫോടനമാണ് ഉദ്ദേശിച്ചത് അല്ലേ? മിഥുൻ അയ്യപ്പൻ അങ്ങനെ വർണ്ണങ്ങളുടെ വിസ്ഫോടനം നടക്കുന്ന, മേളങ്ങളുടെ കൊട്ടിക്കയറ്റം നടക്കുന്ന, കാഴ്ചകളുടെ കലാപൂരം ഒരുങ്ങുന്ന അത്തച്ചമയ നഗരിലേക്ക്, തൃപ്പൂണിത്തുറയിലേക്ക്, മിഥുൻ അയ്യപ്പനിലേക്കും സംഘത്തിലേക്കും ഞങ്ങൾ മുറികളിലേക്കൊക്കെ ഒന്ന് കടന്നു ചെല്ലാം. എത്രത്തോളം ആയി എന്ന് നോക്കാമല്ലോ. അതുപോലെ മിഥുൻ വാദ്യക്കാരെ കിട്ടിയാലോ ഒന്ന് വായിപ്പിക്കാൻ ശ്രമിക്കണം. നേരത്തെ അവരെ നമ്മളങ്ങ് ചോദ്യങ്ങൾ വിശേഷം ചോദിച്ചങ്ങ് വിട്ടുകളഞ്ഞു. അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പാടില്ല. നമുക്ക് അവിടെ പിടിച്ചിർത്തി ആദ്യം നമ്മുടെ ഫ്ലോറിലായിക്കോട്ടെ, നമ്മുടെ സ്ക്രീനിലായിക്കോട്ടെ ഓണാഘോഷം. ഓവർ ടു മിഥുൻ അയ്യപ്പൻ. ആ വാദ്യസംഘം അവരിവിടെ റിപ്പോർട്ടിങ് ചെയ്യേണ്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ആദ്യമായിട്ട് വന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ കടത്തി വിട്ടു. അവർ ഇവിടെ തന്നെയുണ്ട്. നമുക്ക് അവർ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഏറ്റവും വലിയ തകർപ്പൻ പെർഫോമൻസിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വർണ്ണാഭമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി മലയാളികൾക്ക്, യാതൊരു സംശയവും അതില്ല. ഓരോ നാടിനും ഓണക്കാലത്ത് ഓരോ താളവും നിറവും എല്ലാം ഉണ്ട്. നമുക്ക് ചില നാടിനെ, തൃശ്ശൂരിനെല്ലാം പുലിക്കളിയുടെ ആ ഒരു മണികിലുക്കമായിരിക്കും ഓണക്കാലത്തെ താളം. അതുപോലെ തന്നെ വള്ളംകളിയുടെ ആ ഒരു പായ്ത്താരികളും അല്ലെങ്കിൽ ആ തുഴയെറിയുന്ന താളവും എല്ലാമായിരിക്കും ചില നാടുകൾക്ക്. ചില നാടിൻ്റെ താളം അതായിരിക്കും, ചില നാടിന് കുമ്മാട്ടിയുടെ താളമായിരിക്കും, ചില നാടിന് അത്തരത്തിൽ പലതരത്തിലുള്ള താളങ്ങളായിരിക്കും. പക്ഷേ തൃപ്പൂണിത്തുറക്കാർക്ക് എല്ലാ താളവും ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ന് സകല കലകളുടെയും സംഗമമാണ് ഇന്ന് തൃപ്പൂണിത്തുറയിൽ. അതായത് എല്ലാ കലകളും, കേരളത്തിലെ എല്ലാ നാടൻ കലാരൂപങ്ങളും ഇന്ന് ഇവിടെ സംഗമിക്കുന്നു. ഈ ഓണം ഇത്രയും മനോഹരമായിട്ട് ആഘോഷിക്കുന്ന വേറെ ഏതെങ്കിലും നാടുണ്ടോ എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ സംശയമായിരിക്കും. പല നാടുകളും, തൃശ്ശൂർക്കാർ പറയും ഞങ്ങളുടെ ഓണമായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയും. അതുപോലെ തന്നെ പത്തനംതിട്ടക്കാരും കോട്ടയംകാരും എല്ലാം പറയും ഞങ്ങളുടെ വള്ളംകളിയും എല്ലാമുള്ള ഓണമാണ് ഏറ്റവും മനോഹരം എന്ന് പറയും. പക്ഷേ തൃപ്പൂണിത്തുറക്കാർ പറയും ഞങ്ങൾക്കിവിടെ പുലികളിയുണ്ട്, ഞങ്ങൾക്കിവിടെ കുമ്മാട്ടിയുണ്ട്, ഞങ്ങൾക്കിവിടെ പടയണിയുണ്ട്, ഞങ്ങൾക്കിവിടെ തെയ്യമുണ്ട്, അങ്ങനെ സകലതുമുണ്ട്. അപ്പോൾ തൃപ്പൂണിത്തുറക്കാരുടെ ഓണമായിരിക്കാം ഏറ്റവും മനോഹരമായ ഓണം എന്ന് ഇന്നത്തെ ദിവസം, ഈ അത്തത്തിൻ്റെ ഈ ദിവസം അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം. കാരണം ഇന്ന് അവരുടെ ദിവസമാണ്, ഇന്ന് അവരിലൂടെയാണ് നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തൃപ്പൂണിത്തുറക്കാർ അതിമനോഹരമായി ഓണത്തെ ഇന്ന് അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. ഈ അഞ്ജന പറഞ്ഞ വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അത്തം ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്, തൃപ്പൂണിത്തുറ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അണിയിച്ചൊരുക്കി, ചമയം എന്നുള്ള വാക്ക് തന്നെ അതിൻ്റെ ഒരു വലിയൊരു വാക്ക് തന്നെയാണ്. അതവരെങ്ങനെ ചമഞ്ഞിരിക്കുകയാണ്. ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് വേണ്ടി ചമഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പുലികളിയുടെ സംഘമെല്ലാം കണ്ടു. ഇപ്പോൾ അവിടെ ചില മേളങ്ങളും എല്ലാം ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവിടേക്ക് പോകാം. അതിനു മുമ്പ് നമുക്കിപ്പോൾ നിഖിൽ അവിടെ കാത്തിരിക്കുന്നു. നിഖിൽ ഏതോ പടയണിയുടെ കൂട്ടത്തിലാണ് എന്നാണ് നമ്മളിപ്പോൾ അറിയാൻ കഴിയുന്നത്. നിഖിലിലേക്ക് പോകാം. നിഖിൽ അവിടെ സജ്ജമായിട്ട് നിൽക്കുന്നുണ്ട്. നിഖിൽ, എന്തൊക്കെയാണ് അവിടെ പടയണിക്കൊപ്പമാണെന്ന് കരുതുന്നത്? എന്താണ് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? മിഥുനെ, തീർച്ചയായും അതായത് നമ്മളിവിടെ എത്തി പുലികളുടെ വിശേഷങ്ങൾ, മിഥുൻ പറഞ്ഞ പോലെ പുലികളുടെ വിശേഷങ്ങൾ പറഞ്ഞു. ഓരോ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു വന്ന സമയത്ത് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമുള്ളത് ഇവിടെ പടയണിയാണ്. കാരണം ഇത് ഓതറ പടയണിയാണ്, തിരുവല്ല ഓതറ പടയണി. അതായത് എൻ്റെ നാട്ടിൽ ഉള്ള ഒരു അവിടുന്ന് വന്ന ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് അതിൻ്റെ ആളുടെ തന്നെ ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ പടയണി തിരുവല്ലയിൽ നിന്ന് വന്നതാണ്? അതെ, ഓതറയാണ് ചെയ്യണത്. നമ്മൾ പടയണിൻ്റെ കോലം ചെയ്യാനായിട്ട് വന്നത്. ഞാൻ ഇരുവള്ളിപ്പുറ കദളിമംഗലം ഇരുവള്ളിപ്പുറ ആണ് നമ്മുടെ സ്ഥലം. ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? എല്ലാം കഴിഞ്ഞു. ഇനി അവസാനവട്ട എല്ലാം കഴിഞ്ഞു, പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതിന് ബാക്കിയുള്ള കലാകാരന്മാർ അവിടുന്ന് തന്നെ വന്നതാണോ? അവർ ഓതറയാണ്, ഓതറ വേഷമുദ്ര അവിടുന്ന് തന്നെ വന്ന ആളുകളാണ്. ഓക്കെ,
അപ്പോൾ എന്തായാലും അത് തന്നെ ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വളരെയധികം സന്തോഷം നൽകിയൊരു കാര്യം, ഇത് എൻ്റെ നാട്ടിലെ ഒരു കലച്ച അവിടുന്ന് വന്ന ആളുകളാണ്. പടയണിയുടെ വിശേഷങ്ങൾ ഒക്കെ നമുക്ക് പങ്കുവെക്കാൻ പറ്റിയ ഈ പടയണി കലാകാരന്മാരൊക്കെ തിരുവല്ല ഓതറയിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ്. പറഞ്ഞതുപോലെ ഇത് മാത്രമല്ല, ഇവിടെ കുറേ അധികം കലാരൂപങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഒരുങ്ങുന്നുണ്ട്. ഇപ്പം ഇതിന് അപ്പുറത്ത് പുലിയുടെ മടയിൽ എന്ന് പറയാം. അതുപോലെ പുലി കളി നടക്കുന്ന സ്ഥലത്ത് നിന്ന് മിഥുൻ വിവരങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ സ്കൂളിൻ്റെ ക്ലാസ് മുറികളിലൊക്കെ തന്നെ പല തരത്തിലുള്ള കലാരൂപങ്ങൾ, നമ്മുടെ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ, ഇപ്പോൾ കഥകളി അടക്കമുള്ള കലാരൂപങ്ങൾ, മോഹിനിയാട്ടം, അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ അവർ ഈ ക്ലാസ് മുറികളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തെയ്യം അതുപോലുള്ള കലാരൂപങ്ങൾ, അതിൻ്റെ കലാകാരന്മാർ ഇവിടെയുണ്ട്. അവർ അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുറേയധികം നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിന് പുറത്ത് അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇത് തന്നെ ഏറ്റവും ഭംഗിയായി നേരത്തെ അഞ്ജനയും മിഥുനും പറഞ്ഞതുപോലെ തന്നെ അത്തം ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. മിഥുൻ പറഞ്ഞ പോലെ അഞ്ജനയുടെ ആ വാക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ഈ അഞ്ജന പറഞ്ഞപ്പോഴും മിഥുൻ പറഞ്ഞപ്പോഴും വീണ്ടും അത് നമുക്ക് പറയാൻ തോന്നുന്നു. തൃപ്പൂണിത്തുറ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി അതിൻ്റെ അവസാന വട്ട ഒരുക്കത്തിലാണ്. ഓണത്തെ വരവേൽക്കാൻ ഇന്ന് അത്തമാണ്. ഇനി 10 ദിവസം മാത്രമാണ് തിരുവോണത്തിനുള്ളത്. കേരളത്തിൽ മലയാളികൾക്ക് ഓണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് എന്തായാലും തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര അല്പസമയത്തിനുള്ളിൽ തന്നെ എന്തായാലും ആരംഭിക്കുന്നുണ്ട്. അതിനെ വരവേൽക്കാൻ അതിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ആ ഘോഷയാത്ര നടത്താനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഈ ഒരു തൃപ്പൂണിത്തുറ ഉള്ളത്, തൃപ്പൂണിത്തുറ കൊച്ചി ഉള്ളത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടുന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്ത് നിശ്ചല ദൃശ്യങ്ങൾ വരാനുണ്ട്, കുറേയധികം കലാരൂപങ്ങൾ വരാനുണ്ട്. ഇവിടെയൊക്കെ അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. പുലികൾ പിന്നിൽ ഒക്കെ നമുക്ക് കാണുന്ന പോലെ തന്നെ പുലികളെല്ലാം അവിടെ ഒരുങ്ങുന്നുണ്ട്. ഓണം എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുലികളി തന്നെയാണ്. അത് നമ്മൾ തൃശ്ശൂരിൽ പുലി ഇറങ്ങിയ കാര്യം ഇതിന് മുമ്പേ പറഞ്ഞു. അതുപോലെ തന്നെ ഈ കൊച്ചിയിലും എന്തായാലും അല്പസമയത്തുള്ളൂ. ഇപ്പം 8 മണിയോടെ എടുക്കുന്നു. 9 മണിക്ക് ശേഷം എന്തായാലും ആ ഒരു പുലികളി അതിൻ്റെ വിശേഷങ്ങൾ ഒക്കെ നമ്മളെന്തായാലും ഇതിൻ്റെ കാഴ്ചകൾ ഇന്ന് അവസാനിക്കുന്നില്ല. ഇന്ന് ഈ അത്തച്ചമയത്തിൻ്റെ കാഴ്ചകൾ ഏറ്റവും ഭംഗിയായി പ്രേക്ഷകരിലേക്ക് എത്തി. അതായത് തൃപ്പൂണിത്തുറയിലേക്ക് അല്ലെങ്കിൽ കൊച്ചിയിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ നേരിട്ട് കാണാം. അല്ലാത്തവർക്ക് ജനം TV-യിലൂടെ അത് ഏറ്റവും ഭംഗിയായി തന്നെ കാണാനുള്ള വിപുലമായ സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങൾ തൃപ്പൂണിത്തുറയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം തത്സമയ സംപ്രേഷണം അടക്കമെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ നമുക്ക് മടങ്ങി വരേണ്ടതുണ്ട്.